ഒറ്റച്ചാട്ടത്തിനപ്പുറത്തേക്ക് മറിയാനും തിരിച്ചു വരാനും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയും. ആ രീതിയിൽ തന്നെ ഡാമേജ് കൺട്രോൾ വരികയും ചെയ്യും. നിന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. താങ്കൾക്കുണ്ടാകുമല്ലോ, കാരണം നമ്മൾ ഒരേ അഭിപ്രായം പറയാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞോട്ടെ, ഒറ്റച്ചാട്ടത്തിന് അപ്പുറത്തോട്ട് മലക്കം പറയുമെന്നാ പറഞ്ഞത്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ അല്ലെ, ഞാൻ CPM-നല്ലേ പറയുന്നത്, ഡോക്ടർ അരുണിനെ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ഇതാണ് കുഴപ്പം. തുടങ്ങുമ്പോ തന്നെ അങ്ങ് എന്റെ ഫ്ലോ അങ്ങ് കളഞ്ഞു. അതിന്റെ ഫ്ലോ കളഞ്ഞു. കണക്ഷൻ വിട്ടു. അല്ല, വൈൻഡപ്പ് ചെയ്യണ്ടേ, പറഞ്ഞത് പൂർത്തിയാക്കണ്ടേ. ഇത് പറയാൻ സമ്മതിക്കില്ല. പ്രേക്ഷകരും ഇത് കാണുന്നുണ്ടാവുമല്ലോ. എന്തൊരു മനുഷ്യനാണ്, പറയാൻ സമ്മതിക്കില്ല. പറഞ്ഞു വരുന്നതിന്റെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റേ 1, 2 അങ്ങനെയല്ല, ഞാൻ ഒരു തുടർച്ചയിലാണ് പറയുന്നത്. ഓക്കെ, എന്താണ് തമാശയാക്കാണ്? അല്ല, തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ശബരിമല സ്ത്രീ പ്രവേശന വിഷയ സമയത്ത് വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് തിരിച്ചടിയാകുന്നു എന്ന് കണ്ടപ്പോൾ വീട് കയറി മാപ്പ് പറയാനൊക്കെ തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ വീട് കയറി കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനമെടുക്കാനൊന്നും അധികം സമയമൊന്നും CPM-ന് വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കാന്തപുരത്തെ തള്ളി പറയുമ്പോൾ കാന്തപുരം പറഞ്ഞ ആ വാചകങ്ങളോടുള്ള വിയോജിപ്പ് പറഞ്ഞുവെന്നുമായി, എന്നാൽ പൂർണ്ണമായും കാന്തപുരത്തെയോ അല്ലെങ്കിൽ കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയോ തള്ളി പറയാൻ CPM തയ്യാറാകില്ല എന്നുള്ളതും വ്യക്തമാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീയും പുരുഷനും നോക്കുന്നതും കാണുന്നതും ഹറാമാണ്. ആ ധാരണ പോലും ഇല്ലാതാക്കുകയാണ് മെക്സവൻ. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായി സ്ത്രീകൾക്ക് മേൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് അവർ മാറിപ്പോകില്ലേ എന്ന ഒരു ആശങ്കയാണ് കാന്തപുരം പങ്കുവച്ചതായി നമ്മൾ കാണേണ്ടത്. 93 വയസ്സുള്ള കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഇതല്ലാതെ മറ്റൊന്ന് പറയും എന്ന് ഞാൻ കരുതുന്നുമില്ല. കാന്തപുരം അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ മാത്രമല്ല, മുജാഹിദിന്റെ അഭിപ്രായം തന്നെയാണ്. ഡോക്ടർ ഹുസൈൻ മടവൂർ പറയുന്നത് എന്താണ്? കാന്തപുരം സംസാരിച്ചത് മതവിഷയമാണ്, അതിൽ CPM-ന്റെ അടിസ്ഥാനം ദൈവനിഷേധമാണ്. CPM എന്തിനാണ് ഇതിനകത്ത് അഭിപ്രായം പറയാൻ വരുന്നത് എന്ന സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ ഹുസൈൻ മടവൂർ ചോദിച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്ത് വിയോജിപ്പ് എന്ന് പറഞ്ഞത്, ഈ വിഷയത്തിൽ തിരുകേശത്തിന്റെ വിഷയമാണെങ്കിലും ശരി, സ്ത്രീ സമത്വ വിഷയത്തിലാണെങ്കിലും ശരി, CPM ഒരിക്കലും ചാഞ്ചാടിയിട്ടൊന്നുമില്ല കേട്ടോ. അന്നെടുത്ത് അതേ നിലപാടിൽ തന്നെ പാർട്ടി ഉറച്ചു നിന്നിട്ടുണ്ട്. ബെസ്റ്റ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞു എന്നായിരുന്നു പ്രചരണം. അദ്ദേഹം തന്നെ നിയമസഭയിൽ പറഞ്ഞു, ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല, അന്ന് സംഘർഷമുണ്ടായപ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതല്ലാതെ അന്നെടുത്ത തീരുമാനത്തിൽ ഇന്നും പാർട്ടി മാറ്റം ലഘുലേഖകൾ വീടുകളിലൊക്കെ വിതരണം ചെയ്തതായി കണ്ടിരുന്നു. ലഘുലേഖകൾ കണ്ട വായിച്ച ഒരാളെന്ന നിലയിൽ പാർട്ടി ആ കേസിലെടുത്തിരിക്കുന്ന നിലപാട് ഭരണഘടനയ്ക്കൊപ്പം. കേസിലെ അല്ല, വീട് കയറിയോ? അപ്പോൾ അതാണ് നിലപാട്. ലഘുലേഖകളുമായി കോടിയേരി ബാലകൃഷ്ണൻ എന്ത് ലഘുലേഖ പറഞ്ഞത്? എന്ത് ലഘുലേഖ കൊടുത്തത്? എവിടെ തെറ്റുപറ്റിയതിനെ പാർട്ടിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏത് ഫോറത്തിലെ പാർട്ടി പറഞ്ഞത് തെറ്റുപറ്റിയെന്ന്? ഇന്നും പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് അതിലൊരു അവകാശത്തിന്റെ പ്രശ്നമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. പക്ഷേ അത് പറയേണ്ടത് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആയതുകൊണ്ട് വിധി വരുന്നത് വരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ അക്കാര്യത്തിലുള്ള നിലപാട്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? അതിലൊന്നും മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ പാർട്ടിക്ക് അതേ പറയാൻ കഴിയൂ, അതൊരു പൊതുവിഷയമാണ്. പക്ഷേ അത് ഈ പാർട്ടി മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നോക്കൂ ഡോക്ടർ അരുൺ, ഇപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാന്തപുരം പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ലീഗിന്റെ എത്രയോ നേതാക്കളുണ്ട്, പാണക്കാട് തങ്ങളടക്കം ആരെങ്കിലും രംഗത്ത് വന്നോ? അങ്ങനെയാണ് PMS എല്ലാം വന്നത് എന്തുകൊണ്ടാണ്? അതേക്കുറിച്ച് കൂടി ഞാൻ പറയാം. ഇവിടെ ലീഗ് കാന്തപുരം അതിനിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ചയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇടയിലെ മെർജിംഗ് ഫാക്ടറാണ് PMS എല്ലാം. എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ ലീഗിന്റെ തന്നെ അനുമതിയോടുകൂടി തന്നെയാണ് PMS എല്ലാം എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ലീഗിന്റെ അധ്യക്ഷൻ എന്തെങ്കിലും പറഞ്ഞോ? വിഭാഗം ഒരുമിക്കുമെന്നുള്ള വിചാരം വേണ്ട. മാത്രമാണോ ഇത്? EP-യും EK-യും തമ്മിൽ ഒരു തർക്കമുണ്ടാവാം. അതുകൊണ്ട് ഇപ്പൊ എന്താ? ചുമ്മാ യഥാർത്ഥത്തിൽ കാന്തപുരം പോലുള്ള മതപണ്ഡിതരെ ആശങ്കപ്പെടുത്തുന്നത് മുസ്ലിം സ്ത്രീകൾ പൊതുവെ പുരോഗമന നിലപാടുകളിലേക്ക് വല്ലാതെ വരുന്നു. ആ രൂപത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി അങ്ങ് നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്വത്വം ഒന്നുകൂടി വിളിച്ചു പറയും, ഇതാണ് നമ്മുടെ സ്വത്വം, ഇതിലേക്ക് വരണം, മടങ്ങി വരണം എന്ന് മതപണ്ഡിതരുടെ പ്രസംഗങ്ങളിലൊക്കെ ഇത് കാണാം. എല്ലായിടങ്ങളിലും ഈ പരിഭ്രാന്തിയുണ്ട്. ഇതൊരു ചർച്ചയാകുമ്പോൾ ഒരു പ്രശ്നം, ഇപ്പോഴും സ്ത്രീ പുറത്തിറങ്ങാമോ, സിനിമ കാണാമോ, ഒരുമിച്ച് പ്രവർത്തിക്കാമോ എന്നൊരു ചർച്ചയിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് ഗതികെട്ട അവസ്ഥയാണ്. ഈ പറയുന്നത് കേട്ടാൽ തോന്നും കാന്തപുരം പറഞ്ഞത് ഒരു തരത്തിലുമുള്ള ഇടകലരൽ പാടില്ല, സ്ത്രീയും പുരുഷനും കണ്ടാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അപ്പോൾ അവിഹിതമാകുമെന്ന് കാന്തപുരം അങ്ങനെ പറഞ്ഞിട്ടില്ല.
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കാന്തപുരം പറഞ്ഞത് ഈ വ്യായാമ വേളകൾ ഒന്നിച്ചാക്കുന്നതിനെ കുറിച്ചാണ്. കൃത്യമായി ആ വാചകം തന്നെയാണ്, വ്യായാമം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വലിയ സ്ത്രീ വിരുദ്ധനായി, അല്ലെങ്കിൽ സ്ത്രീകളെ പൂട്ടിയിടണം മുറിക്കുള്ളിൽ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അദ്ദേഹം ഇസ്ലാമിൻ്റെ തത്വസംഹിതയിൽ എന്താണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകം അദ്ദേഹത്തിന് പറഞ്ഞു വന്നപ്പോൾ അതിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അത് അദ്ദേഹം ഒരു പിന്തിരിപ്പനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാചകമായി പോയി എന്നുള്ളതാണ് അതിലെ വസ്തുത. ചന്ദ്ര എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങൾ തമ്മിലൊക്കെ പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം വിമർശനാത്മകമായ, അതായത് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരു ഘട്ടമെത്തിയപ്പോൾ 2014 BJP അധികാരത്തിലേറിയ ഘട്ടം മുതൽ അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ, ഇസ്ലാമിക മത അഭിപ്രായം, വ്യത്യസ്ത നിലപാടുകൾ, അതായത് വിവിധ സംഘടനകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതായത് സംഘടനകളുടെ വൈരുദ്ധ്യം അങ്ങനെ പുറത്തു പറയേണ്ടതില്ല, പതുക്കൽ പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. ഈ പുറത്തേക്ക് പറയുന്നത് അപ്പുറത്ത് BJP ഉപയോഗപ്പെടുത്തും, BJP വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഇടപെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിലാണ് അങ്ങനെ ചെയ്തത്. രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം, ഓർത്താൽ നന്ന്. പക്ഷേ ഇപ്പോൾ 3ാം ടേമിലും BJP വരികയാണ്, NDA അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഇനി അതിൽ നിന്ന് പിന്നാക്കം പോയാൽ, അതായത് എന്താണോ ആ വിഭാഗത്തിന്റെ നിലപാട്, അതിൽ നിന്ന് പിന്നാക്കം പോയാൽ സ്വത്തും നഷ്ടപ്പെടുകയാണ്. സ്വത്തും നഷ്ടപ്പെടാൻ പറ്റില്ല, സ്വത്തും അവിടെയുണ്ട് എന്ന് അറിയിക്കണം. ആ അറിയിക്കലാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. ഒരു ലിംഗനീതിയുടെ പെർസ്പെക്റ്റീവിൽ, ലിംഗസമത്വത്തിന്റെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ CPM പിന്തുണച്ച മതിയാവൂ. CPM എന്നല്ല, സമുദായത്തിന് പുറത്തോ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പുരോഗമന ആശയങ്ങളുള്ള എല്ലാവർക്കും പിന്തുണച്ച മതിയാവൂ. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട്, നമ്മൾ ജീവിക്കുന്ന കാലം, അതിൻ്റെ പ്രത്യേകത എന്താ? സുനിത വില്യംസ് കഴിഞ്ഞ 920 ദിവസമായിട്ട് ശൂന്യാകാശത്താണ്. അവർ സ്പേസ് വാക്ക് നടത്തിയത് ബുച്ച് വിൽമോർ എന്ന് പറയുന്ന സ്വന്തം സഹപ്രവർത്തകരുമായിട്ടാണ്. അവിടെ ആരെങ്കിലും ലിംഗനീതിയും ലിംഗസമത്വത്തെയും കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വില പോകുമോ? ആ കാലം മാറിയില്ലേ? അപ്പോൾ സുനിത വില്യംസിന് ശൂന്യാകാശത്ത് പോലും അങ്ങ് സ്പേസ് വാക്ക് നടത്താൻ ബുച്ച് വിൽമറിനെ കൂട്ടുപിടിക്കുന്നൊരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ മെക്സവൻ പോലെയുള്ളൊരു വ്യായാമ മുറയിൽ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് ഹറാമാണ് എന്ന് ഒരു വിശ്വാസ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? തിരുകേശം വിഷയത്തിൽ ബോഡി വേസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞതിനെ അന്ന് എല്ലാവരും, എനിക്ക് തോന്നുന്നു ആ പുരോഗമനാശയമുള്ള 100-ൽ 99% ആളുകളും പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് ചെയ്തത്. പലരും ആദ്യമേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പുരുഷന് തെങ്ങ് കയറാൻ പറ്റുന്ന പോലെ സ്ത്രീക്ക് തെങ്ങ് കയറാൻ പറ്റൂ എന്ന ബാലിശമായ ചോദ്യമാണ് ഈ ലോജിക്കിന് പിന്നിലുള്ളത്. ഇനി സ്ത്രീകൾ തെങ്ങ് കയറാറുമുണ്ട്. അതല്ലല്ലോ യഥാർത്ഥത്തിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവകാശത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതാണ്. ശരിക്കും കള്ളനാണെങ്കിലും ഉണ്ടല്ലോ, ഒറ്റയടിക്ക് സത്യം പറയും. ഞാൻ പോകുന്നു. ബൈ ബൈ.